അറിയത്തില്ല. അപ്പം ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ ദ സെറ്റ് എ ഡിഫൈൻഡ് ആസ് എന്താണ്? ഒരു റിലേഷൻ അവിടെ ഒരു കണ്ടീഷൻ തരും. നിങ്ങൾ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യുക, ഇതിലോട്ട് അങ്ങോട്ട് നോക്കുക. ആദ്യം 1 2 3 4 5 6 സെറ്റ്. അടുത്ത് നോക്കുക, വൈ ഒരു കണ്ടീഷൻ അവിടെ തരും. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തത്. നമ്മൾ എക്സ് വൈ എന്ന് പറയുമ്പം വൈ രണ്ടാമത്തതല്ലേ? അതെ, രണ്ടാമത്തത്. പെയർ ആക്കുമ്പം രണ്ടാമത്തെ സംഖ്യ അതെന്താണ്? 2 ഇൻറ്റു എക്സ്. ആദ്യത്തെ സംഖ്യനെ 2 ആയിട്ട് ഗുണിക്കുക, എക്സിന് എന്ത് ചെയ്യുക? 2 ആയിട്ട് ഗുണിക്കുക, എന്നിട്ട് 1 കുറയ്ക്കുന്നതാണ്. അപ്പോൾ എക്സ് ഏതാണോ, ഫസ്റ്റത്തെ സംഖ്യ ഏതാണോ അതിൻ്റെ ഡബിൾ എടുക്കുക, 2x, എന്നിട്ട് 1 കുറയ്ക്കുക. അതാണ് അതിൻ്റെ വൈ. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് നോക്കൂ നിങ്ങൾ, ഇതിനകത്ത് ഒരു സെറ്റ് അവർ തരും. എ ഈക്വൽ ടു 1 2 3 4 5 6. ഇങ്ങനെയാണ് ഇതിനകത്ത് എന്ത് ഒരു സെറ്റ് തന്നത്. ഇനി അവർ മറ്റൊരു കാര്യം പറഞ്ഞു, റിലേഷൻ എങ്ങനെയാ? നിങ്ങൾ അതിൽ പെയർ ആക്കണം, എക്സ് വൈ. എന്നിട്ടോ y ഈക്വൽ ടു എന്താണ്? അവിടെ കണ്ടീഷൻ അതിനകത്ത് y ഈക്വൽ ടു 2x മൈനസ് 1 ആണ്. അപ്പം നമ്മളോട് പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളൊരു പെയർ ഉണ്ടാക്കുമെന്നോ? നിങ്ങളിവിടെ ആളുകളില്ലേ, നിങ്ങളൊരു പെയർ ഉണ്ടാക്കൂ. കണ്ടീഷൻ എന്താ? രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യ എന്താണോ അതിൻ്റെ ഡബിൾ എടുത്തിട്ട് 1 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് പെയർ ഉണ്ടാക്കി നോക്കാം. ഒരുപാട് പെയർ ഉണ്ടാക്കാമല്ലോ. 1 എടുക്കാം, 1. അപ്പം അതിൻ്റെ രണ്ടാമത്തെ സംഖ്യ എന്താ വരിക? ഫസ്റ്റത്തെ സംഖ്യൻ്റെ ഡബിൾ എടുക്കുക, എക്സിൻ്റെ. അപ്പോൾ 1ൻ്റെ ഡബിൾ 2, അതിൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 1 തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് 2 നോക്കാം. 2 എടുക്കുകയാണെങ്കിലോ 2ൻ്റെ ഡബിൾ എടുക്കണം, വൈ. അതിൻ്റെ രണ്ടാമത്തെ പെയർ എന്താ വരിക? പെയറിനുള്ള കണ്ടീഷൻ അവിടെ തരിക. മനസ്സിലായില്ലേ? രണ്ടാമത്തെ സംഖ്യ എന്താണ്? 2 ഇൻറ്റു എക്സ്. ഒന്നാമത്തെ സംഖ്യേൻ്റെ ഡബിൾ എടുക്കുക, അപ്പോൾ 2ൻ്റെ ഡബിൾ 4, 4ൽ നിന്ന് 1 കുറയ്ക്കുക, 3. ഇനി 3 എടുക്കാം. 3 എടുത്താൽ ഇവിടെ ഉള്ളവരൊക്കെ എടുക്കാനാ, ഇതിനെപ്പറ്റി ഇത് നോക്കി നിൽക്കാനല്ല, ഇത് പെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തന്നത്. അപ്പം 3ന് അതിൻ്റെ ഡബിൾ എടുക്കുക, 6. 2x ആണ്. എക്സ് എന്താണോ അതിൻ്റെ ഡബിളാണ് വൈ. ഡബിൾ അല്ല, ഡബിളിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 2 ഇൻറ്റു 3 2x. അപ്പോൾ എക്സിൻ്റെ ഡബിൾ 6, 6ൽ നിന്ന് കുറച്ചാൽ 5. ഇനി അടുത്തതോ 4 എടുത്താലോ 4ൻ്റെ ഡബിൾ എന്താ? 8 ആണ്. 8ൽ നിന്ന് കുറച്ചാൽ എന്താ? 7 ആണ്. പക്ഷേ 7 രണ്ട് പേരും എന്തായിരിക്കണം? ഈ റിലേഷനിൽ ഈ എയിലുള്ളവരായിരിക്കണം. ഈ റിലേഷൻ ബേസ്ഡ് ഓൺ എ ആണ്. അപ്പോൾ 7 ഇവിടെ പറ്റൂല. അപ്പോൾ ഇത്രേ ഇതിനകത്ത് പറ്റത്തുള്ളൂ. ഇതിനകത്ത് പറ്റത്തുള്ളൂന്നേ. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. എ ഡിസ്ലൈക്ക് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ അതാണ് ഇതിനകത്ത്. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ തരും. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ സെറ്റ് എ. ഈ റിലേഷൻ എന്തിനാണ്? ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേറെ അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും ആളുകളൊന്നും വലിച്ച് പെയറാക്കാൻ പറ്റൂല. ഈ റിലേഷൻ എന്താണ്? ഈ ലെറ്റ് ആർ ബി എ റിലേഷൻ, അതൊരു റിലേഷനാണ്. ഓൺ സെറ്റ് എ, ഈ സെറ്റിനെ ബേസ് ചെയ്ത റിലേഷനാണ്. അപ്പം എക്സും വൈയൊക്കെ ഇതിലുള്ളവരെ പറ്റുള്ളൂ. ഇനി എന്താ കണ്ടീഷൻ? നിങ്ങൾക്ക് എങ്ങനെ വേണേലും പെയറാക്കാം. പക്ഷേ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കണം? 2 ഇൻറ്റു എക്സ് എന്താണോ അതിൻ്റെ ഡബിൾ എടുത്തിട്ട് 1 കുറയ്ക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ കിട്ടുന്നത് അതിനകത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതാണ്. അപ്പം ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് കിട്ടിയോ? ഇതിൻ്റെ റോസ്റ്റർ ഫോമിൽ ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ റിലേഷനെ സംഖ്യകളാക്കി എഴുതുന്നതാണ്. അപ്പോൾ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ റോസ്റ്റർ ആക്കണം. ഇനി അതിൻ്റെ ഡൊമൈൻ ഏതാണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. 1 2 3. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ ഡി ഈക്വൽ ടു 1 2 3. റേഞ്ചോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിലെ വൈ വാല്യൂസ് 1 3 5, 1 3 5. അതാണ് റേഞ്ച്. മനസ്സിലായോ? ഡൊമൈൻ ആൻഡ് റേഞ്ച് മനസ്സിലായി. ഇനി അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം മറ്റൊരു കാര്യം. ഡൊമൈൻ അപ്പം മനസ്സിലായി, റേഞ്ച് അതിനകത്ത് മനസ്സിലായി. ഇനി എന്താ? ഇത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാം. അപ്പോൾ ഇതുവരെ മനസ്സിലായവർ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. എന്നിട്ട് ഞാനിവിടെ സ്റ്റോപ്പ് ആക്കാം. എന്നിട്ട് എവിടെയാണ് മനസ്സിലായില്ല എന്ന് ചോദിക്കാം. മനസ്സിലായി? അപ്പോൾ ഇനി എന്താ? ഇത് ഇക്വാലൻസ് ആണെന്ന് തെളിയിക്കണം. ഈ റിലേഷൻ എന്താണെന്നാണ്? ഈ റിലേഷൻ ഇക്വാലൻസ് ആണോ?
ഇക്വാലൻസ് ആണോ എന്ന് എങ്ങനെ നോക്കുക? ഇക്വാലൻസ് ആണോ എന്ന് എങ്ങനെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ അവിടെ ഉണ്ടല്ലോ, ഉണ്ട്. റിലേഷനിൽ നിങ്ങൾ നോക്കുക, അവിടെ അതിന് അതന്നെ പെയറായി വരുന്നുണ്ടോ നോക്കുക. മനസ്സിലായില്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ നമുക്ക് റിലേഷനിൽ ഇവിടെ നോക്കൂ 1 2 3 4 5 6 അല്ലേ? അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നിന് എന്ത് വേണം? അതിൻ്റെ പെയർ ഒന്നിന് 1 വേണം, 2ന് 2 തന്നെ പെയറായി വരണം, 3ന് അതിൻ്റെ 3 തന്നെ പെയറായി വരണം. പക്ഷെ അങ്ങനെ ഉണ്ടോ? 1ന് 1 ഉണ്ട്, പക്ഷെ 2ന് 2 ഉണ്ടോ? ഇല്ല. 3ന് 3 ഉണ്ടോ? ഇല്ല. അതിന് അതന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ വൈ ആയിട്ട് വരിക. മനസ്സിലായില്ലേ? സെയിം ആവ് രണ്ടും. അങ്ങനെ ഇത് എല്ലാവർക്കും അത് വേണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ 2 2 ഇല്ല. അപ്പോൾ നിങ്ങൾ എഴുതുക 1 1 ഇവിടെ അംഗമാണ് റിലേഷൻ, ബട്ട് എന്താണ് 2 2 ഇവിടെ കാണാനില്ല, നോട്ട് എൻ എലമെൻറ്റ് ഓഫ് ദിസ് റിലേഷൻ. ആൻഡ് 3 3 ഒന്നും ഇവിടെ എന്തില്ല? കാണാനില്ല, നോട്ട് എൻ എലമെൻറ്റ്. ഇങ്ങനെ എഴുതാം, റിലേഷനിൽ ഇല്ല എന്ന്. ഉണ്ട് എന്ന് ഇങ്ങനെ എഴുതുക, എലമെൻറ്റ് ആണ്, എലമെൻറ്റ് ഇൻ റിലേഷൻ. 1 1 ഉണ്ട്, പക്ഷേ 2 2 ഇല്ല, 3 3 ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് റിഫ്ലക്സീവ്. അപ്പോൾ ഉള്ള എല്ലാവർക്കും എന്ത് വേണം? അതിൻ്റെ അതന്നെ ഇമേജ് വരുന്ന രീതിയിൽ പെയറുകൾ വേണം, അപ്പോഴാണ് റിഫ്ലക്സീവ് ആവുക. ദിസ് ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇതിനകത്ത് റിഫ്ലക്സീവ് മനസ്സിലായവർ അതിനകത്ത് ലൈക്ക് അടിച്ചേ. റിഫ്ലക്സീവ് മനസ്സിലായവർ. 1 1 ഉണ്ട്, പക്ഷേ 2 2 ഇല്ല, 3 3 ഇല്ല. സോ ദിസ് ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി അടുത്തത് നമുക്ക്, അപ്പം നമ്മൾ ഇതിനകത്ത് ഇതിപ്പം ചെക്ക് ചെയ്യുന്നത് എന്താണ്? ചെക്ക് റിഫ്ലക്സീവ് ആണ്. ഫസ്റ്റത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ ഇതിനകത്ത് ആ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ റിലേഷൻ ഇതിനകത്ത് എല്ലാം എഴുതി വെക്കുക. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ആൻസർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു റിലേഷനിൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കണ്ടീഷൻ എഴുതാം. XY റിലേഷന് കണ്ടീഷൻ എന്താണ്? ഇതിനകത്ത് XY എന്നാണ്. എന്നിട്ട് എന്ത് എഴുതണം? Y ഈസ് ഈക്വൽ ടു എന്താണ്? 2x - 1 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് നിന്ന് നമുക്ക് റോസ്റ്റർ ഫോം ഉണ്ടാക്കാം. റോസ്റ്റർ ഫോം അതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ എന്താണ്? ഈ റിലേഷൻ 1 1 വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 3 വരുന്നുണ്ട്, പിന്നെ 3 5 വരുന്നുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞല്ലോ അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഒന്ന് കുറയ്ക്കുക. പക്ഷേ 4 പറ്റില്ല, 4ന് 7 ആണ് വരിക. അപ്പോൾ ഇതുവരെ ഉള്ളൂ ഇത് റിലേഷൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് റിഫ്ലക്സീവ്. ഇനി നിങ്ങൾ നോക്കണം ഇതിൻ്റെ റോസ്റ്റർ ഫോമും എന്താ എഴുതാനുള്ളത്? റോസ്റ്റർ ഫോം എഴുതിയിട്ട് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഫൈൻ ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൊമൈനും റേഞ്ചും അതിനകത്ത് എഴുതുക. ഡൊമൈന് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഡൊമൈന് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരിക 1 വരും, 2 വരും, 3 വരും. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? വൈ വാല്യൂസ് ആണ്. 1 വരും, 3 വരും, 5 വരും. അപ്പോൾ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇനി നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുക? ഇനി അതിനകത്ത് നിങ്ങൾ അടുത്തത് ഇതിനകത്ത് ഈ ഒരു റിലേഷൻ ഇങ്ങനെയാണ്. റിലേഷൻ എന്താണ്? 1 1, അതുപോലെ തന്നെ 2 3, അതുപോലെ തന്നെ 3 5. ഇതാണ് അതിനകത്ത് എന്ത് വന്നത്? റിലേഷൻ വന്നത്. ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടത് ചെക്ക് റിഫ്ലക്സീവ്. ഇക്വാലൻസ് റിലേഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം? റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ് എങ്ങനെ നോക്കുക? ഇതിനകത്ത് പറയുക എ അംഗമാണ് റിലേഷൻ ആയിരിക്കണം. റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്താണ്? എ എലമെൻ്റ് ആണ് റിലേഷൻ. സോ 1 1 എന്താണ്? അംഗമാണ് റിലേഷൻ. 1 1 അംഗമാണ് റിലേഷൻ. ബട്ട് എന്താണ്? 2 2 എലമെൻ്റ് അല്ല. 2 2 എലമെൻ്റ് അല്ല റിലേഷന്. അതുപോലെ 3 3 ഒന്നും എന്തല്ല? അവിടെ എലമെൻ്റ് അല്ല. സോ ദിസ് ഈസ് നോട്ട് റിഫ്ലക്സീവ്. എന്ന് എഴുതാം. അപ്പം ഇതാണ് ചെക്ക് റിഫ്ലക്സീവിന് വന്നത്. അപ്പോൾ ഇതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി അതിനകത്ത് ചെക്ക് സിമ്മട്രിക് ആണ്. രണ്ടാമത്തേത് എന്താണ്? നമ്മൾ സിമ്മട്രിക് ചെക്ക് ചെയ്യുന്നതാണ് ചെക്ക് സിമ്മട്രിക്. അപ്പം സിമ്മട്രിക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഒരു പെയർ 1 1 ഉണ്ട്, അത് ശരി. അപ്പോൾ അതിനെ തിരിച്ച് അതിൻ്റെ റിവേഴ്സ് നോക്കുക. 1 1 എന്തുതന്നെയാണ്? 1 1 തന്നെയാണ്. പക്ഷേ 2 3ക്ക് അതിൻ്റെ റിവേഴ്സ് എന്താണ്? 3 2 അല്ലേ? അപ്പം 2 3ക്ക് പക്ഷേ ഇവിടെ 3 2 കാണുന്നുണ്ടോ? ഇല്ല. അപ്പം അതെന്തല്ല? സിമ്മട്രിക് അല്ല എന്നുള്ളതാണ്. അതായത് സിമ്മട്രിക് എങ്ങനെയാണ് നോക്കുക? ഇവിടെ ഉള്ള ഓരോ പെയറിനും അതിൻ്റെ റിവേഴ്സ് പെയർ, തിരിച്ചിട്ട പെയർ ഉണ്ടാകണം. അതാണ് സിമ്മട്രിക്. സിമ്മട്രിക്കിൻ്റെ ഇതെന്താണ്?
ഇഫ് എ ബി പ്രസൻറ്റ്, ഇഫ് എ ബി അംഗമാണ് റിലേഷൻ, ദെൻ ബി എ ഓൾസോ അംഗമാണ് റിലേഷൻ. എ ബി ഉണ്ടെങ്കിൽ ആര് വേണം? അതിനെ തിരിച്ചിട്ട പെയറും ആ റിലേഷനിൽ വേണം. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നോക്കുന്നത്. ഇഫ് എ ബി അംഗമാണ് റിലേഷൻ, ദെൻ ബി എ ഷുഡ് ആൾസോ ബി അംഗം എൻ എലമെന്റ് ഓഫ് ദി റിലേഷൻ ആയിരിക്കണം. ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇവിടെ എന്തുണ്ട്? 2-3 റിലേഷനിലുണ്ട്. ബട്ട് ആരില്ല? അതിനെ തിരിച്ചിട്ട 3-2 ഇല്ല. 3-2 നോട്ട് എൻ എലമെന്റ് എന്ന് എഴുതുക. സോ നോട്ട് സിമ്മട്രിക്. സോ ദിസ് ഈസ് നോട്ട് സിമ്മട്രിക്. ദിസ് ഈസ് നോട്ട് സിമ്മട്രിക്. അപ്പോൾ സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആ പെയറിൽ എല്ലാവർക്കും അത് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ ഇട്ടാലും അതിനകത്ത് ഉണ്ടാകണം. 2-3ക്ക് എന്ത് വേണം? 3-2 വേണം. 3-5ന് എന്ത് വേണം? 5-3 ഉണ്ടാകണം. അതൊന്നും ഇതിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് സിമ്മട്രിക് അല്ല. മനസ്സിലായോ സിമ്മട്രിക്കിൻ്റെ കാര്യം? സിമ്മട്രിക്കിൻ്റെ കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. സിമ്മട്രിക്കിൻ്റെ കാര്യം, സിമ്മട്രിക്കിൻ്റെ കാര്യം. സിമ്മട്രിക്കിന് നിങ്ങൾ ഇത്രേ പറയാനുള്ളൂ. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാകണം. 2-3 ഉണ്ടെങ്കിൽ അതിൽ 3-2 ഉണ്ടാകണം. പക്ഷേ ഇല്ല. സോ നോട്ട് സിമ്മട്രിക്. ഇനി അതും കഴിഞ്ഞാൽ പിന്നെ ഇനി അതിനകത്ത് എന്താണ്? ചെക്ക് ട്രാൻസിറ്റീവ് ആണ്. മൂന്നാമത്തത് എന്താണ്? ചെക്ക് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ഭയങ്കര സിമ്പിളാണ്. ട്രാൻസിറ്റീവും അതിനകത്ത് നിങ്ങൾക്ക് ട്രാൻസിറ്റീവ് ആണ്. പിന്നെ ഉള്ളിൽ വെച്ച് കുറച്ച് അതിനകത്ത്. പക്ഷേ എന്നിരുന്നാലും അതും ഭയങ്കര സിമ്പിളാണ്. എങ്ങനെയാണ് അത് നോക്കുക എന്നറിയുമോ? അത് നോക്കുന്നത് നിങ്ങൾ അതിനകത്ത് നമ്മൾ സിമ്മട്രിക് ഒക്കെ കഴിഞ്ഞു. ഇനി അത് നോക്കുന്നത് ഇങ്ങനെയാണ്. 1-1 ഏതെങ്കിലും ഒരു പെയർ എടുക്കാം. സപ്പോസ് നമുക്കിപ്പം ഇത് 1-1 വേണ്ട, 1-1 അങ്ങനത്തെ നോക്കണ്ട. അല്ലാത്ത സെപ്പറേറ്റ് ഉള്ളത് നോക്കുക. അതായത് അതന്നെ വരാത്തത് നോക്കുക. 2-3 നോക്കൂ നിങ്ങൾ. 2-3 ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. ഇനി അതിലെ രണ്ടാമത്തെ സംഖ്യ നോക്കുക. 3 അല്ലേ? ആ 3 വെച്ച് തുടങ്ങുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കുക. അതേ, ഉണ്ട്. 3-5 ഉണ്ട്, 3-5 ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലെ 2ലുള്ള നമ്പർ വേണ്ട, ഈ 3 വേണ്ട. ബാക്കി ഏതാ? 2-5 അല്ലേ? ആ 2-5 ഇതിലുണ്ടായിരിക്കണം. 2-5 പക്ഷേ കാണുന്നില്ല. അപ്പം എന്താ നോക്കേണ്ടത്? ഏതെങ്കിലും ഒരു പെയർ എടുക്കുക. എന്നിട്ട് അതിലെ രണ്ടാമത്തെ നമ്പർ ഏതാ നോക്കുക. ഇതിലിപ്പോൾ 2-3 ആണ് നമ്മൾ എടുത്തത്. അതിലെ രണ്ടാമത്തെ നമ്പർ 3 അല്ലേ? ആ 3നെ വെച്ച് തുടങ്ങുന്ന വേറെ പെയർ ഉണ്ടോ നോക്കുക. ഇവിടെ അതുണ്ട്, 3-5 ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ 3നെ അങ്ങ് കട്ട് ചെയ്തിട്ട് ബാക്കി നോക്കുക. 2-5 ഉണ്ടോ നോക്കുക. 2-5 ഇല്ല. സോ നോട്ട് ട്രാൻസിറ്റീവ്. അതായത് ട്രാൻസിറ്റീവിൻ്റെ നിയമം എ ബി ഉണ്ട്, ബി സിയും ഉണ്ട്. അങ്ങനെയെങ്കിൽ ബി കട്ടായിട്ട് എ സി ഉണ്ടാകണം. അപ്പോൾ എ സി ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കില്ലെങ്കിൽ പോലും അത് ട്രാൻസിറ്റീവ് അല്ല. പറഞ്ഞത് മനസ്സിലായോ? അപ്പം അതാണ്. ഒരു പെയർ എടുക്കുക, അതിലെ രണ്ടാമത്തെ സംഖ്യ നോക്കുക. അത് വെച്ച് തുടങ്ങുന്ന വേറൊരു പെയർ വെച്ച് തുടങ്ങുന്ന പെയർ ഇതിലെ രണ്ടാമതാണ്, പക്ഷേ അതിലത് തുടങ്ങുന്നതാണ്. 2-3 ഇതിൽ 3 രണ്ടാമതാണ്. പക്ഷേ ഇനി നമ്മൾ നോക്കേണ്ടത് 3 വെച്ച് തുടങ്ങുന്ന പെയറാണ്. അതെ, അതും ഉണ്ട്. അതുണ്ടെങ്കിൽ അതിനകത്ത് ആ 3നെ അങ്ങ് കോമൺ ആയിട്ടുള്ളത് കട്ടാക്കുക. എന്നിട്ട് ബാക്കി നോക്കുക. 2-5 അതുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും അതുപോലെ ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതുക. ട്രാൻസിറ്റീവ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുന്നത് ഇഫ് എ ബി അംഗമാണ് റിലേഷൻ, ഇഫ് എ ബി ബി സി അംഗമാണ് റിലേഷൻ, ദെൻ എ സി ഓൾസോ ഷുഡ് ബി എൻ എലമെൻറ്റ് ഇൻ ദ റിലേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ. ഇഫ് എ ബി എലമെൻറ്റ് ഉണ്ട്, എ ബി ഉണ്ട്, ബി സി ഉണ്ട്, ബി സിയും റിലേഷനിലുണ്ട്, ദെൻ എ സി ഷുഡ് ബി ഇൻ റിലേഷൻ. എ സി ഷുഡ് ആൾസോ ബി എൻ എലമെൻറ്റ് ഓഫ് ദി റിലേഷൻ ആയിരിക്കണം. എലമെൻ്റ് ആണ്, എലമെൻ്റ് അല്ലാത്ത എ സി. ദെൻ എ സി ഷുഡ് ബി എൻ എലമെൻറ്റ് ഇൻ ദ റിലേഷൻ. എ സി ഷുഡ് ബി എൻ എലമെൻറ്റ് ഇൻ ദ റിലേഷൻ. അപ്പം ഇതാണ് ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ. അപ്പം നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ പറയാം 2-3 ഇവിടെ ഉണ്ട്. 2-3 എന്തുണ്ട്? റിലേഷനിലുണ്ട്. ഇനി 3 വെച്ച് തുടങ്ങുന്ന വേറൊരു പെയർ നോക്കുക. 3-5 അതും റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ കോമൺ കട്ട് ചെയ്തിട്ടുള്ള 2-5 നോക്കുക. 2-5 പക്ഷേ നോട്ട് എൻ എലമെൻറ്റ് ഈ റിലേഷനിലില്ല. സോ ദിസ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇതാണ് അതിനകത്ത്
ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് 3 മാർക്കാണ്. എത്ര മാർക്കായിരുന്നു അത്? 3ഉം 2ഉം പിന്നെ അതും 2ഉം 4 മാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഞാൻ മാർക്ക് അവിടെ ഇട്ടിട്ടില്ല. എനിവേ 4 മാർക്സ്. ഓക്കെ, മനസ്സിലായോ ചെയ്ത രീതി? അപ്പോൾ ട്രാൻസിറ്റീവ് കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം ഇത്തരം ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. സോ നമ്മൾ അതും അതിനകത്ത് കവർ ചെയ്തു. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ക്വസ്റ്റ്യനുകൾ ഒരുപാട്, ഇത് ഇത്ര സിമ്പിളല്ല നിങ്ങൾ പറയുന്ന പോലെ, ഒരുപാട് ക്വസ്റ്റ്യനുകൾ അതിനകത്ത് നിന്ന് ഉണ്ടാകും. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു മാർക്കാണ്. 1 മാർക്കെങ്കിൽ 1 മാർക്ക്, കാരണം ഭയങ്കര സിമ്പിളാണ്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർ ടു ഫോം എ റിഫ്ലക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് 4 എലമെൻറ്റ്? അപ്പം എന്താണ് ഒരു 4 എലമെൻറ്റിൻ്റെ സെറ്റ്? നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1 2 3 4 5 6. അപ്പം അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിരുന്നു? ഇതിൻ്റെ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ഇവിടെ 1 1 ഉണ്ടാകണം, 2 2 ഉണ്ടാകണം, 3 3 ഉണ്ടാകണം, 4 4 ഉണ്ടാകണം, 5 5 6 ഒക്കെ ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് ചോദ്യം ഇതാണ്, 4 മെമ്പേഴ്സാണുള്ളത് സെറ്റിൽ എത്ര മെമ്പേഴ്സാണുള്ളത്? 4 മെമ്പേഴ്സാണ്. അങ്ങനെയെങ്കിൽ ഇനി റിഫ്ലക്സീവ് ആകണമെങ്കിൽ എത്ര ഓർഡേർഡ് പെയർ വേണം? നമുക്കറിയാം റിഫ്ലക്സീവ് ആകണമെങ്കിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം. അപ്പം 4 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിൽ അത് റിഫ്ലക്സീവ് ആകണമെങ്കിൽ അവിടെ 4 ഓർഡേർഡ് പെയർ മിനിമം അതിനകത്ത് വേണം. അതാണ് ചോദ്യം. അപ്പം ഒരു സെറ്റിൻ്റെ നമ്പർ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർ? എത്ര പെയറുകൾ വേണം ടു ഫോം എ റിഫ്ലക്സീവ് റിലേഷൻ? ഒരു റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടാക്കാൻ ഓൺ എ സെറ്റ് ഓഫ് 4 എലമെൻറ്റ്സ്, 4 എലമെൻറ്റ്സിന് ഉള്ള സെറ്റിൽ നിന്ന് ഒരു റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടാക്കാൻ എത്ര പെയറുകൾ വേണം? അപ്പം എല്ലാവർക്കും അതിൻ്റെ തന്നെ വേണ്ടേ? അപ്പം 4 എലമെൻറ്റ്സിന് 4 അതിൻ്റെ ഇത് വേണം, 4. അപ്പം 4 ഓർഡേർഡ് പെയറാണ് മിനിമം വേണ്ടത്. മനസ്സിലായോ? അപ്പം അതാണ് അവിടെ ചോദ്യം. അപ്പോൾ അത് എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് അങ്ങോട്ട് എടുത്തു വെച്ചോളൂ. പോകുന്ന വഴിക്ക് കിടക്കട്ടെ എന്നേ. 1, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ്? എത്ര പെയറുകൾ വേണം ടു ഫോം എ റിഫ്ലക്സീവ് റിലേഷൻ? ഒരു റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടാക്കാൻ ഓൺ എ സെറ്റ് ഓഫ് 4 എലമെൻറ്റ്സ്. 4 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് നിങ്ങളോട് റിഫ്ലക്സീവ് റിലേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവിടെ 4 പെയർ മിനിമം നിങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ അത് നിങ്ങളതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ആൻസർ ഈസ് 4. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായില്ലേ? അപ്പം ഓർഡേർഡ് പെയർ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ഇവിടെ എത്ര വേണം? ആ സെറ്റിൽ എല്ലാവർക്കും അതിൻ്റെ എന്ത് വേണം? അതിൻ്റെ അതേ എലമെൻറ്റ് വേണം, റിഫ്ലക്സീവ് റിലേഷൻ. അപ്പോൾ ഓർഡേർഡ് പെയർ എന്താണ്? ഓർഡേർഡ് പെയർ ഈക്വൽ ടു 4 ടു ഫോം റിഫ്ലക്സീവ് റിലേഷൻ. ഓക്കെ. അപ്പം ഇതിനകത്ത് ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അതിനകത്ത് ഉള്ളത് ഇതാണ്. ഇത് വേണ്ട, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്, ഇതല്ല. ഇനി റിഫ്ലക്സീവിൻ്റെ കേസുകൾ. ഇത് കണ്ടോ? ഇത് വളരെ സിമ്പിളല്ലേ? കൺസിഡർ ദ റിലേഷൻ. ഇങ്ങനെ എളുപ്പത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 3 മാർക്ക് ഇതിൽ വാങ്ങിക്കാം. ഇവിടെ ഏതൊക്കെ തന്നത്? ഇത് ഇക്വാലൻസ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പം സെറ്റ് തന്നിട്ടുണ്ട്, റിലേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കണ്ടീഷൻ ഒന്നും വേണ്ട, നമുക്ക് ഉണ്ടാക്കേണ്ട, അവിടെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ സെറ്റ് എന്താണ്? സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതാ A1 2 3 ഇങ്ങനെ തരുന്നതാണ് സെറ്റ്. ഇങ്ങനെ തരുന്നതാണ് എന്ത്? 1 2 3. അതിനെ ബേസ് ചെയ്ത റിലേഷൻ തന്നിട്ടുണ്ട്. 6 എന്താണ്? റിലേഷൻ 6 അവിടെ തന്നിട്ടുള്ളത് 1 1 3 1 1 1 3 തന്നിട്ടുണ്ട്, 1 1 തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? 2 2 3 3 2 2 തന്നിട്ടുണ്ട്, 3 3 തന്നിട്ടുണ്ട്, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? 3 1 തന്നിട്ടുണ്ട്, 3 1. അപ്പം ഇതിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് റിഫ്ലക്സീവ് ആണോ നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്സീവ് കാര്യങ്ങൾ നിങ്ങൾ പറയൂ ചെക്ക് ചെയ്തിട്ട്. അപ്പം ഇതിനകത്ത് നോക്കൂ നിങ്ങൾ, റിഫ്ലക്സീവ് ചെക്ക് റിഫ്ലക്സീവ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? റിഫ്ലക്സീവ് ചെയ്യാം. അപ്പോൾ ഇത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റിഫ്ലക്സീവ് ചെയ്യുക. റിഫ്ലക്സീവ് എന്താ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. യെസ്, റിഫ്ലക്സീവ്. അപ്പോൾ നിങ്ങൾ വെറുതെ റിഫ്ലക്സീവ് പറയുന്നത് 1 1 2 2, 3 3,
എലമെൻ്റ് ആണ്, അംഗമാണ് റിലേഷൻ. സോ ദിസ് ഈസ് റിഫ്ലക്സീവ്. ഇനി നിങ്ങൾ ഒരു പേര് എടുത്തിട്ട് അതിൻ്റെ തിരിച്ചുള്ള പേരുണ്ടോ നോക്കാം. 1-3ക്ക് 3-1 ഉണ്ട്. യെസ്. 1-1 തിരിച്ചിട്ടാൽ 1-1 തന്നെയാണ്, അപ്പോൾ അതുണ്ട്, കുഴപ്പമില്ല. 2-2 തിരിച്ചിട്ടാൽ 2-2 തന്നെയാണ്, ഉണ്ട്, കുഴപ്പമില്ല. 3-3 തിരിച്ചിട്ടാൽ അത് തന്നെയാണ്, കുഴപ്പമില്ല. അപ്പോൾ 1-3ക്ക് എന്തുണ്ട്? 3-1 ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് തിരിച്ചിട്ടുള്ളതുണ്ട്. സോ എന്താണ് ഇവിടെ ചെക്ക് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് സിമ്മട്രിക് ആണ്. അടുത്തത് എന്താണ്? ചെക്ക് സിമ്മട്രിക് ആണ്. ചെക്ക് സിമ്മട്രിക്. അപ്പോൾ സിമ്മട്രിക് ഇതിനകത്ത് വരുന്നത് എന്താണ്? ഇവിടെ 1-3 അംഗമാണ് റിലേഷൻ. ഇവിടെ എന്താണ്? 1-3 അംഗമാണ് റിലേഷൻ. ആൾസോ 3-1 എലമെൻ്റ് ആണ് റിലേഷൻ. 3-1 എലമെൻ്റ് ആണ് റിലേഷൻ. സോ എ ബിക്ക് എന്തുണ്ട്? ബി എ ഉണ്ട്. സോ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഓക്കെ. സോ എന്താണ്? അപ്പം ഇതിനകത്ത് ദിസ് ഈസ് സിമ്മട്രിക്, ദിസ് ഈസ് സിമ്മട്രിക്, ദിസ് ഈസ് സിമ്മട്രിക്, ദിസ് ഈസ് സിമ്മട്രിക്, ദിസ് ഈസ് സിമ്മട്രിക്. അപ്പം ചെക്ക് സിമ്മട്രിക് അതിനകത്ത് മനസ്സിലായോ? 1-1 എല്ലാവർക്കും എവറി എലമെൻറ്റിന് അത് തിരിച്ചിട്ടുള്ളതുണ്ട്. ഇനി അടുത്തതോ? അടുത്തത് നിങ്ങൾ നോക്കൂ അതിനകത്ത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് എന്താണ്? അതിനകത്ത് ട്രാൻസിറ്റീവ് നോക്കൂ നിങ്ങൾ. ട്രാൻസിറ്റീവ് എന്തൊക്കെയാ? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, 1-3 ഉണ്ട്. ഇനി അത് 3 വെച്ച് തുടങ്ങുന്ന വേറെ 3-1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 1-1 വേണം, അതും ഉണ്ട്. 1-3 ഉണ്ട്. ഇനി ആ 3 വെച്ച് തുടങ്ങുന്ന വേറെ ഏതുണ്ടോ നോക്കാം. ആ 3 വെച്ച് തുടങ്ങുന്ന 3-3 ഉണ്ട്. അല്ലെങ്കിൽ 3 വെച്ച് തുടങ്ങുന്ന ആരുണ്ട്? 3-1 ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ 3 കോമൺ അല്ലേ? കട്ടായി കഴിഞ്ഞാൽ എന്ത് വേണം? 1-3 വേണം, അല്ലെങ്കിൽ 1-1 വേണം. അതുണ്ടോ? 1-1 ഉണ്ട്, 1-3 ഉണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതിനെല്ലാം ഇതിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. 1-1 ഉണ്ട് എന്ന് പറഞ്ഞാൽ 1-1 ഉണ്ട്, 1-1 ഉണ്ട്, അത് നോക്കണ്ട. ഇത് റിഫ്ലക്സീവ് ആണെങ്കിൽ അതെന്താണ്? ട്രാൻസിറ്റീവ് തന്നെയാണ്. അതിനകത്ത് പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ബാക്കി അതിനകത്ത് നോക്കിയാൽ മതി. റിഫ്ലക്സീവ് അല്ലാത്തവർക്ക് അതിനകത്ത് 1-3ക്ക് എന്ത് വേണം? 3-1 വേണം. 3-1 ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്? 1-3 ഉണ്ട്. അപ്പോൾ അത് വെച്ച് തുടങ്ങുന്ന വേറെ പേരുകൾ നോക്കുക. 3-3 ഉണ്ട്, 3-1 ഉണ്ട്. അപ്പോൾ അതിലെ കോമൺ കട്ടാക്കുക. അപ്പോൾ ഏതാ? 1-3 വേണം. അതെ, 1-3 ഉണ്ട്. ഇനിയോ പിന്നെ 3 കട്ടാക്കിയാൽ 1-1 വേണം. 1-1 ഉണ്ട്. അപ്പം ഇത് എന്താണ്? ട്രാൻസിറ്റീവാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതുക എ ബി അംഗമാണ് റിലേഷൻ. അപ്പോൾ ചെക്ക് ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പം ഇവിടെ നിങ്ങൾക്ക് എഴുതാം ചെക്ക് ട്രാൻസിറ്റീവ് എന്താണ്? എ ബി അംഗമാണ് റിലേഷൻ. അതുപോലെ തന്നെ എ ബി കോമ ബി സി എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ബി ബി സി അംഗമാണ് റിലേഷൻ. ആൾസോ എ സി അംഗമാണ് റിലേഷൻ. ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാം. അങ്ങനെ എ ബി ഉണ്ട് ഇതിൽ. ഇതിൽ ഏതിനെടുക്കുകയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എ ബി ബി സി ഉണ്ടെങ്കിൽ എ സിയും ഇതിനകത്തുണ്ട്. അപ്പോൾ അത് എഴുതിയാൽ മതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസിറ്റീവായി. ഇവിടെ 1-3 എടുത്ത് നോക്കുക. 1-3ക്ക് എന്തുണ്ട്? 1-3 ഉണ്ട്, പിന്നെ കോമ 3-3 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾസോ എന്തുണ്ട്? 3 കട്ടായി കഴിഞ്ഞാൽ 1-3 ഉണ്ട്. 1-3 അംഗമാണ് റിലേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് മറ്റു കാര്യം ഇതിനകത്ത് പറയാൻ പറ്റും. ഇവിടെ എന്തുണ്ട്? ഇവിടെ 1-3 എടുത്തിട്ട് 3 വെച്ച് തുടങ്ങുന്ന മറ്റൊരു പേരെന്താ? 3-1. അങ്ങനെയെങ്കിൽ 3 കട്ടാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? 1-1 വേണം. അപ്പോൾ 1-1 ഉണ്ട്. 1-1 ആൾസോ അംഗമാണ് റിലേഷൻ. സോ ദിസ് ഈസ് എന്താണ്? ദിസ് ഈസ് ട്രാൻസിറ്റീവ്. അപ്പം അത് ഇതിനകത്ത് നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇത് സിമ്പിൾ അല്ലേ? അപ്പം ഇതാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് നിങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ അതിനകത്ത് ഇക്വാലൻസ് ക്ലാസ്സസ് ചോദിച്ചിട്ടുണ്ട്. ഇക്വാലൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് റിഫ്ലക്സീവ് പറയാം. റിഫ്ലക്സീവ് ഇടുക. ഇക്വാലൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഓരോന്നിൻ്റെ ക്ലാസ് നോക്കുക. ഒന്നിന് ആരൊക്കെ ഉണ്ട് നോക്കുക. ഒന്നിൻ്റെ ഇക്വാലൻസ് ക്ലാസ് എന്തൊക്കെയാണ് വരുന്നത്? ഒന്നിന് 3 വരുന്നുണ്ട്. ഒന്നിന് ഏതൊക്കെ വരുന്നുണ്ട്? 1 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ ഇക്വാലൻസ് ക്ലാസ് അതാണ്. ഇനി 2ൻ്റെ ഇക്വാലൻസ് ക്ലാസ് ഏതൊക്കെയാണെന്ന് നോക്കുക. 2ൻ്റെ ആരൊക്കെ വരുന്നുണ്ട്? 2ന് 2 വരുന്നുള്ളൂ. 2ന് എന്തേ വരുന്നുള്ളൂ? 2. ഇനി 3ൻ്റെ ഇക്വാലൻസ് ക്ലാസ് നോക്കുക. 3, അതായത് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ആരൊക്കെ ഉണ്ട് അതിൻ്റെ പെയറായിട്ട്. 3ന് ആരൊക്കെ ഉണ്ട്? 3ന് 3ഉം 1ഉം. അതായത് 3നപ്പോൾ ആരൊക്കെ ഉള്ളത്? 1ഉം 3ഉം ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ജസ്റ്റ് അത് ആരൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് അതിൻ്റെ ഇക്വാലൻസ് ക്ലാസ്. അത് മനസ്സിലായോ?
അത് മനസ്സിലാകാത്തവർ ഡിസ്ലൈക്ക് അടിക്കൂ. ഒന്നിന് അതിൻ്റെ ആരൊക്കെ പെയറായിട്ടുണ്ട്. അതായത് നിങ്ങൾ നോക്കൂ, ഇക്വാലൻസ് ക്ലാസ്, ഫൈൻഡ് ഇക്വാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാലേ ഇവിടെ നോക്കൂ, നിങ്ങൾ ഇതിന് നോക്കുക, ഇതിലുള്ള ആളുകൾക്ക് ഒന്നിനെ അതിൻ്റെ പെയറായിട്ട് ആരൊക്കെ ഉണ്ട്. ഒന്നിന് 3 ഉണ്ട്, ഒന്നിന് 1 ഉണ്ട്. അപ്പോൾ 1ഉം 3ഉമാണ്. മനസ്സിലായോ? ഒന്നിൻ്റെ ഇക്വാലൻസ് ക്ലാസ്. ഇനി 2ന് ആരാ ഉള്ളത്? 2ന് അതിൻ്റെ പെയർ 2 ഉണ്ട്, അതിന് 2 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വാലൻസ് ക്ലാസ് 2. ഇനി 3നോ? 3ന് ഏതൊക്കെ പെയറുണ്ട്? 3ന് 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ 1, 3 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അപ്പം 3ൻ്റെ ഇക്വാലൻസ് ക്ലാസ്. അപ്പോൾ അങ്ങനെ എഴുതുന്നതിനെയാണ് ഇക്വാലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഇനി അപ്പം നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യന് എഴുതിയിട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകളാണ്. പിന്നെ ഇതാണ് ഇതിനകത്ത് റിഫ്ലക്സീവ് 1, 1, 2, 2 ഒക്കെ ഉണ്ട്. പിന്നെ ചെക്ക് സിമ്മട്രിക്കിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം AB, BC അംഗമാണ് റിലേഷൻ. ആൾസോ AC ഷുഡ് ബി ഇൻ റിലേഷൻ. AC എന്തായിരിക്കണം? റിലേഷനിൽ ഉണ്ടാവണം. ഷുഡ് ബി ഇൻ റിലേഷൻ. ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഹിയർ. ഇവിടെ ഈ കണ്ടീഷൻ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞാലും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എഴുതാം 1, 3 അംഗമാണ്, 3, 1 അംഗമാണ്. സോ ദിസ് ഈസ് സിമ്മട്രിക്. അപ്പോൾ എഴുതുമ്പോഴും അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതിയാൽ മതി. സിമ്മട്രിക്കിൻ്റെ കണ്ടീഷൻ ഇതാണ്. ABയും BC ആയി. സിമ്മട്രിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? ABയും BA. AB സിമ്മട്രിക്കിൻ്റെ കണ്ടീഷൻ ആക്കുക. ഞാൻ സിമ്മട്രിക്കിൻ്റെ എന്താണ്? സിമ്മട്രിക്കിൻ്റെ കണ്ടീഷൻ ഇവിടെ എന്താ എഴുതേണ്ടത്? AB സിമ്മട്രിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? AB അംഗമാണ് റിലേഷൻ. സോ BA ഷുഡ് ഓൾസോ ബി ഇൻ റിലേഷൻ. BA ഷുഡ് ഓൾസോ ബി ഇൻ റിലേഷൻ. BAയും എന്താവണം? ഇതിലുണ്ടാവണം. BA ഷുഡ് ഓൾസോ ബി ഇൻ റിലേഷൻ. ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പം 1, 3 ഉണ്ട്, 3, 1 ഉണ്ട്. സോ ദിസ് ഈസ് സിമ്മട്രിക്. അതാണ് ഇതിനകത്ത് പറയേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് പിന്നെ ഇക്വാലൻസ് ക്ലാസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ 1, 3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പം ഇക്വാലൻസ് ക്ലാസ്സും അതിനകത്ത് നമ്മൾ എഴുതി വെക്കുക. അപ്പം ഇതാണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കൺസിഡർ ദി റിലേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞാൽ. അപ്പം എഴുതി വെക്കൂ അതിനകത്ത്. ഒറ്റ സെക്കൻഡ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? ഇതിനകത്ത് എഴുതുന്ന രീതികൾ, കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഇതാണ് ചെക്ക് റിഫ്ലക്സീവ് 1, 1. അപ്പോൾ റിഫ്ലക്സീവിൻ്റെ കണ്ടീഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂടെ എഴുതി വെക്കാം. റിഫ്ലക്സീവിൻ്റെ കണ്ടീഷൻ എന്താ? എവരി എലമെൻറ്റ് ഇൻ ദ സെറ്റ് ഷുഡ് ഹാവ് AA അംഗമാണ് റിലേഷൻ. ദിസ് കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. എല്ലാവർക്കും എന്ത് വേണം? അതിൻ്റെ അതേ പെയറിന് വേണം. സോ അതുണ്ടെന്ന് പറയാം. അപ്പം ഇനി അടുത്തത് ഇതിനകത്ത് എന്ത് പറയുക? ചെക്ക് സിമ്മട്രിക് 1, 3 ഉണ്ട്, 3, 1 ഉണ്ട്. പക്ഷേ അപ്പോൾ ബാക്കിയോ? അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ ഒരു കാര്യം. ഇവിടെ ഇതിനകത്തെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ നോക്കൂ. അപ്പം ഇവിടെ ഈ റിഫ്ലക്സീവിന് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? അതിന് അതന്നെ പെയർ വരും. പക്ഷേ സിമ്മട്രിക്കിനെ നമ്മൾ ഇത് മാത്രമല്ലേ എടുത്തുള്ളൂ. കാരണം എന്താ? മറ്റേ നമുക്കറിയാം നാച്ചുറലി അത് സിമ്മട്രിക് ആണ്. കാരണം ഇവിടെ നോക്കൂ, നിങ്ങളെ ഈ ഒരു പെയർ നിങ്ങൾ നോക്കൂ. 1, 3യും 3, 1 ആണ് നമ്മൾ നോക്കുന്നുള്ളൂ സിമ്മട്രിക്കിനെ. 1, 3 ഉണ്ടെങ്കിൽ അത് തിരിച്ചിട്ട 3, 1 ഉണ്ട്. പക്ഷേ ഇതൊക്കെ തിരിച്ചിട്ട അത് തന്നെയല്ലേ. അപ്പോൾ ഇത് നാച്ചുറലി സിമ്മട്രിക് ആണ്. മനസ്സിലായോ? അങ്ങനെ എഴുതി വെക്കാം നിങ്ങൾക്ക്. 1, 1, 2, 2, 3, 3 ഈസ് ഓൾറെഡി സിമ്മട്രിക്. മനസ്സിലായോ? അത് പറഞ്ഞ് മനസ്സിലായെങ്കിൽ ലൈക്കടിച്ചേ. അപ്പം നിങ്ങൾക്ക് സിമ്മട്രിക് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം. എന്താണ്? സിമ്മട്രിക് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എഴുതാം 1, 3 അംഗമാണ്, 3, 1 അംഗമാണ് റിലേഷൻ. ഓൾസോ ഇവിടെ എന്താണ്? 1, 1, 2, 2, 3, 3 ഇതെന്താണ്? അംഗമാണ് റിലേഷൻ. അവരെന്താണ്? നാച്ചുറലി സിമ്മട്രിക് ആണ്. ദീസ് ആർ ആൾസോ സിമ്മട്രിക്. ഇനി അടുത്ത അതിനകത്ത് ട്രാൻസിറ്റീവിനാണ്. ട്രാൻസിറ്റീവിന് നിങ്ങൾക്ക് പറയാം 1, 3, 3, 1 ഉണ്ട്, ആൾസോ 1, 1 ഉണ്ട്. സോ ട്രാൻസിറ്റീവ് എന്ന് പറയാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാം 1, 1, അതുപോലെ തന്നെ 2, 2, അതുപോലെ തന്നെ 3, 3 ഒക്കെ എന്താണ്?
ഫോർ ട്രാൻസിറ്റീവ്, ഷോ ട്രാൻസിറ്റീവ് റിലേഷൻ. അതിനകത്ത് അവർക്ക് അതിനകത്ത് 1-1 എന്തുണ്ട്, 1-1 ഉണ്ട്, അതിനെന്തുണ്ട് 1-1 ഉണ്ട്, അത് ട്രാൻസിറ്റീവ് തന്നെയാണ്. അവർ ഓട്ടോമാറ്റിക്കലി അവരെന്താണ്, ദേ ആർ ആൾസോ ട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ AB ഉണ്ട്, BC ഉണ്ടെങ്കിൽ AC ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 1-1-3 ഉണ്ട്, 3-1 ഉണ്ട്, 1-1 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒന്നുകൂടി വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കൂടി നോക്കാം. ഇവിടെ ഒരാളുകൂടി ഉണ്ടല്ലോ, 1-1-3 വെച്ച് തുടങ്ങുന്ന 3-3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതുകൂടി എഴുതാം. 1-3 ഉണ്ട്, 1-3 ഉണ്ട്, 3-3 ഉണ്ട്. സോ എന്തുണ്ടാകണം, 3 കട്ടായി കഴിഞ്ഞാൽ 1-3 ഉണ്ടാകണം. ആൾസോ 1-3 പ്രസൻറ്റ്. ആൾസോ 1-3യും എന്തുണ്ട്, റിലേഷനിലുണ്ട്. 1-3യും റിലേഷനിലുണ്ട്. അപ്പോൾ 1-3യും റിലേഷനിലുണ്ട്. അപ്പം ഇതാണ് അതിനകത്ത്. ഇനി ഇക്വാലൻസ് ക്ലാസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് 1, 3 അങ്ങനെ ഓർഡർ എഴുതിയാൽ കുഴപ്പമില്ല. അതാണ് ഇതിനകത്ത്, അതാണ് കുറച്ചുകൂടി നല്ലത്. 1-3 എഴുതുക, 2 എഴുതുക, പിന്നെ 1-3 എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. ഓക്കെ അല്ലേ? 1-3 എഴുതാം, ഇനിയിപ്പോൾ 3-1 എഴുതാം, 1-3 എഴുതാം. ഓർഡർ അനുസരിച്ച് സെറ്റുകൾ എഴുതുമ്പോൾ എപ്പോഴും അതിൻ്റെ ഓർഡർ അനുസരിച്ച് എഴുതിയാൽ മതി. 1-3 അങ്ങനെ നമ്പർ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സെറ്റുകൾ എഴുതുമ്പോഴേ എപ്പോഴും ആ ഓർഡറിൽ എഴുതിയാൽ മതി. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സെറ്റ് എഴുതുമ്പോൾ 1-3 അങ്ങനെ എഴുതിയാൽ മതി. പെയർ ആക്കുമ്പോഴാണ് അതിനകത്ത് പിന്നെ നിങ്ങൾ 3-1 അത് ഓർഡർ നോക്കിയിട്ട് 3-1 1-3 അതിൻ്റെ ഓർഡർ നിങ്ങൾ എന്താക്കരുത്, തെറ്റിക്കരുത്. പെയറിൽ നിങ്ങൾ ഓർഡർ തെറ്റിക്കരുത്. സെറ്റിൽ പിന്നെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് 1 2 3 അങ്ങനെ എഴുതാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇക്വാലൻസ് ക്ലാസ് ഏതൊക്കെയാണ്, 1ഉം 3യുമാണ് എന്ത് ഇക്വാലൻസ് ക്ലാസ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് നിന്ന് അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനാണ് റിപ്പീറ്റ്. ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കൂ. എ തന്നു, ബി തന്നു, ഇനി എയിൽ നിന്നും ബിയിലേക്കാണ് റിലേഷൻ. ഇനി കണ്ടീഷൻ എന്താ, നിങ്ങൾക്ക് പെയറാക്കാം. എന്താ കണ്ടീഷൻ, രണ്ടാമത്തെ എലമെൻ്റ് എന്തായിരിക്കണം, ഒന്നാമത്തത് എന്താണോ എടുത്തത് അതിനോട് 1 കൂട്ടിയതായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, ഒരു പെയർ ഉണ്ടാക്കാം. എന്നിട്ട് റോസ്റ്റർ ഫോമിലാക്കാം. എന്നിട്ട് അത് 1-1 1-2 ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്തുതരാം. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് അടിച്ച് അതിനകത്ത്. ഇത് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് അടിച്ചേ. പറ്റുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇതെന്താണ്, എയിൽ നിന്ന് ബിയിലേക്കൊരു റിലേഷനാണ്, ഫങ്ഷനാണ്. എ ബി ഫങ്ഷനാണ്. ഫങ്ഷൻ ഇവിടെ കണ്ടീഷനൊക്കെ തന്നിട്ടുണ്ട്. ഫങ്ഷനെ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണ്, എയിൽ നിന്നും ബിയിലേക്കാണ്. എയിൽ ആരാ ഉള്ളത്, 1 2 3. എയിൽ എന്താണ് 1 2 3. ബിയിലോ, ബിയിൽ 2 3 4 5. 2 3 4 5 ഫങ്ഷനാണ്. നമ്മളോട് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാക്കാനാണ്. കണ്ടീഷൻ എന്താ, നമുക്ക് പെയർ ആക്കണം. അപ്പം ഇവിടുന്ന് ഓരോരുത്തർക്ക് കൊടുക്കാം. കണ്ടീഷൻ ഇതാണ്, XY നിങ്ങൾ ഫംഗ്ഷനിൽ പെയർ ഉണ്ടാക്കിക്കോളൂ. എന്നിട്ടോ റിലേഷൻ അതിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ റിലേഷൻ എന്താ വരേണ്ടത്, രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യയോട് 1 കൂട്ടുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ Y എന്ന് പറഞ്ഞാൽ എന്താണ്, X എന്താണോ അതിനോട് 1 കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം X 1 എടുക്കാം. ഇപ്പം നമുക്ക് ഇതിനകത്ത് 1 എന്നുള്ളത് എടുക്കാം. 1 എടുത്താൽ Y എന്താ വരേണ്ടത്, അതിനോട് 1 കൂട്ടുക. അപ്പോൾ 2 അല്ലേ. ഇനി 2 എടുക്കുക. ഇവിടെ ഈ റിലേഷൻ ഇങ്ങനെ ഫംഗ്ഷൻ ഇങ്ങോട്ട് ഉണ്ടാക്കണമല്ലോ റിലേഷൻ. അപ്പോൾ 2 എടുക്കുക. 2 എടുത്താൽ എന്താ വരേണ്ടത്, അതിനോട് 1 കൂട്ടുക. 3 ഉണ്ടാകണം. ഇനി 3നോ, 3നെ അപ്പുറത്ത് എന്താ വരിക, Y അതിനോട് 1 കൂട്ടണം, 4. ഇനി അവിടെ നിന്ന് എടുക്കാനില്ല. ഇത്രയോ ഇതിനകത്ത് പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കാരണം എന്ന് ബിയിലേക്കല്ലേ. അപ്പം ഇതേ ഇതിനകത്ത് പറ്റുള്ളൂ. മനസ്സിലായോ? ഇനി നോക്കുക നിങ്ങൾ, 1 2 കൊടുത്തു, 2 എങ്ങോട്ടേക്കാ, 3 3 എങ്ങോട്ടേക്കാ, 4. അപ്പം ഇതെന്താ, എല്ലാവർക്കും ഓരോന്നല്ലേ ഉള്ളൂ. 1 1 1 1 ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇത് 1 1 ഫംഗ്ഷനാണ്. മനസ്സിലായോ? അവിടുത്തെ എല്ലാവർക്കും ഇവിടെ ഒരാളേ ഉള്ളൂ അവിടെ. പക്ഷേ ഇതെന്താണോ, ഇവിടെ എല്ലാവർക്കും അപ്പുറത്ത് ആളുണ്ടോ, എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും എന്താ അപ്പുറത്ത് ഒരാളേ ഉള്ളൂ. അത് ശരിയാണ്.
പക്ഷേ ഇവിടെ ഒരാൾ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തല്ല, അങ്ങനെ ആരെങ്കിലും ഇപ്പുറത്ത് വയ്യിൽ ആരെങ്കിലും ഫ്രീ ആയി കിടന്നാൽ അത് 1 2 അല്ല. ഇപ്പുറത്ത് ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ അത് എന്തല്ല, 1 2 അല്ല. 5-ന് ആരുമില്ല. ബിയിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, 2 3 4 5 ഉണ്ട്. പക്ഷെ 5-ന് അപ്പുറത്ത് ഇല്ല, ആളില്ല. അപ്പോൾ 5 ഫ്രീ ആണ്. അങ്ങനെ ബിയിൽ ഇപ്പുറത്ത് വയ്യിൽ ആരെങ്കിലും ഫ്രീ ആണ്, റേഞ്ചിൽ ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് 1 2. മനസ്സിലായോ? അപ്പം അത് ചെക്ക് ചെയ്യാനായിരുന്നു ഇതിനകത്ത്. ചെക്ക് വെദർ എഫ് ഈസ് 1 1 ആൻഡ് 1 2. 1 1 ആണോ 1 2 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പം ഇതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. അല്ല അത് വേണ്ട. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. ഇല്ല, ഓക്കെ. അപ്പം ഇതാണ് അതിനകത്തെ റോസ്റ്റർ ഡൊമൈൻ്റെ. ഇനി നമ്മൾ അതിനകത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു. പിന്നെ ഇനി ഇതിൽ കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. അതാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ. അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി നോക്കൂ. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കൂ കേട്ടോ. ഇത് ഇന്ന് നമ്മുടെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് നിങ്ങൾ ഇവിടെ ഒരു ഇക്വേഷനാണ് തന്നത്. പക്ഷേ അതിനെ നിങ്ങൾ എന്താക്കുക, ഇക്വേഷൻ തന്നാലേ y എന്നുള്ള ഫോമിലോട്ട് മാറ്റുക. ഇവിടെ ഇപ്പോൾ 3x - y 0 എന്നല്ലേ, അതിനെ y-നെ -y അല്ലേ, y-നെ അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ എന്താ വരിക, 3x = y എന്ന് വരൂലേ. ഇനി y-നെ ഇങ്ങോട്ടേക്ക് തിരിച്ചാക്കിക്കൂടെ. 3x = y എന്ന് പറഞ്ഞാൽ y = 3x അല്ലേ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കേണ്ട കണ്ടീഷൻ കിട്ടിയില്ലേ. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ 3 മടങ്ങാണ്. മനസ്സിലായോ? ഇക്വേഷൻ തന്നാൽ കണ്ടീഷൻ ഉണ്ടാക്കേണ്ടത് മനസ്സിലായോ? ഇനി നിങ്ങൾ പെയറുണ്ടാക്കുക, എന്നിട്ട് അത് നോക്കുക റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്കുള്ളൊരു എക്സസൈസാണ്. നിങ്ങൾ അതിനകത്ത് ചെയ്ത് നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എന്നാൽ ലീവ് ചെയ്തോളൂ കേട്ടോ, കുറച്ച് ലേറ്റായി. ഓക്കെ, ശരി.